ഈ ലോകത്തെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഏറ്റവും അധികം ഹാം ചെയ്യുന്ന, ഉപദ്രവം ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ പൊസസീവ്നെസ് ആണ്. അതായത് നിങ്ങൾ അയാളുടെ അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. അതിനനുസരിച്ച് പ്രവർത്തിച്ചോളണം. കീ കൊടുത്ത് നമ്മൾ പ്രവർത്തിപ്പിക്കില്ലേ ടോയ്സ്, അതുപോലെ അയാളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ അവൈലബിൾ ആകണം. അല്ലെങ്കിൽ അയാൾ എപ്പോൾ സംസാരിക്കാൻ തോന്നുന്നോ അപ്പോൾ സംസാരിക്കണം, അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കണം. നിങ്ങളുടെ ഫീലിങ്സിനൊന്നും ഒരു വിലയില്ലാതെ വരിക, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലാതെ വരിക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളെ നിങ്ങൾ തഴയണം, മറ്റ് ബന്ധുക്കളെ തഴയണം. ഈ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമായ ഒരു ബന്ധം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്ഷിപ്പിലോ ആണെങ്കിൽ ഇവിടെ വച്ച് അത് അറുത്ത് മുറിച്ച് കളയുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ നരക തുല്യമാവും. എന്തിനാണ് അറിഞ്ഞുകൊണ്ടൊരു നരകത്തിൽ ചാടുന്നത്? ചിലപ്പോൾ അത് അകാല മരണത്തിനും ആത്മഹത്യക്കൊക്കെ കാരണമാകും. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പലതും സംഭവിക്കാം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോയാലും കുഴപ്പമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ ഒരു ബിഹേവിയറൽ തെറാപ്പിയൊക്കെ ചെയ്തു നോക്കൂ. അതിലും അയാൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നിൽക്കില്ല, ഇങ്ങനെയുള്ള ആൾക്കാർ നിൽക്കുന്നവരല്ല. അവർ ഒരുതരം ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റിയുടെ കൂടെ ഒരു പാർട്ടാണത്. അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യുക, അറുത്ത് മുറിച്ച് കളയുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ.